Hello friends, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു TWS ആണ്. അതും 1000 രൂപയുടെ താഴെ വരുന്ന ഒരു TWS ZEBRONICSന്റെ ബ്രാൻഡിന്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ZEBRONICS ബ്രാൻഡ് നിങ്ങൾ എന്തായാലും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി തരുന്ന ഓഡിയോ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ അവരെ തന്നെ ഒരു 1000ന് താഴെ വരുന്ന നമ്മളൊരു നല്ലൊരു TWS ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ZEBRONICSന്റെ ZEB-Sound Bomb 3 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നമുക്ക് ഇഷ്ടംപോലെ കളറിൽ അവൈലബിൾ ആണ്. ഇത് ആക്ച്വലി നമ്മുടെ ഇത് കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് വിചാരിക്കുന്നു. നമ്മുടെ ലൈറ്റിൻ്റെ ഡിഫ്യൂസിങ് കുറച്ച് ഇഷ്യൂ ഉണ്ട്. ഇത് നമുക്ക് കുറേ കളറിൽ അവൈലബിൾ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഏത് കളർ? നമ്മുടെ കളറ് എഴുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നു റെഡ് ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ കളർ വരുന്നത് റെഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതിൽ റെഡ്, യെല്ലോ, ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ് കളറിലൊക്കെ അവൈലബിൾ ആണ്. 13mm ഡ്രൈവറാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കോൾ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടച്ച് സെൻസിറ്റീവ് ബട്ടണാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ എന്താ ആപ്പിളിൻ്റെ എയർപോർട്ടില്ലേ അതേ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർക്ക് വേറെ മോഡൽസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ISO 9000 കമ്പനിയാണ്. നിങ്ങൾ അറിയേണ്ട ZEBRONICSന്റെ ബ്രാൻഡിനെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്ലാഷ് കണക്ട് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് അല്ല, ഫാസ്റ്റ് കണക്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. MRP വരുന്നത് നമുക്ക് 3500 രൂപയ്ക്കാണ് MRP വരുന്നത്. പക്ഷേ 1000 രൂപയുടെ താഴെയാണ് മോസ്റ്റ്ലി പ്രൈസ് വരാറ്. 999 വരാറ് പ്രൈസ്. ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ താല്പര്യമൊക്കെ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഇതിൽ പിന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ബോക്സ് കാര്യങ്ങളൊക്കെ അടുത്ത് കണ്ടിട്ട് നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയാം. അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിരുന്നു. നിങ്ങൾക്കൂടെ URL കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ളൊരു വെബ്സൈറ്റ് ആയിരിക്കും. ട്രൈ നോക്കാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ കേട്ടോ. ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചാനൽ ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ചാനൽ കിട്ടും. നമ്മുടെ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറുതായിട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഷോർട്സ് നമ്മുടെ പെറ്റ്സിൻ്റെയും ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നോക്കാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാത്തിനും ലിങ്ക് താഴെ നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാനാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. ഇതാ നമ്മുടെ ZEBRONICSന്റെ ZEB-Sound Bomb 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ വയർലെസ് ഇയർബഡിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ കാണും. ഒരു കുട്ടി ബോക്സ് ആണ് കേട്ടോ. നല്ല രസമുള്ള പാക്കേജിംഗ് ആണ്. ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല ഒരു കോമ്പാക്റ്റ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല ഇഷ്ടമാവും. പിന്നെ പ്രത്യേകിച്ച് ഇഷ്ടംപോലെ കളേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും എന്താ പറയുക, വിത്തൗട്ട് എനി വേസ്റ്റിംഗ് ടൈം അപ്പോൾ നമുക്ക് ഇത് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ തുറക്കാം. ഞാൻ ഇത് സീൽഡ് ബോക്സ് തന്നെയാണ്, നമ്മൾ തുറന്നിട്ടൊന്നുമില്ല. അപ്പോൾ ZEBRONICSന്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ പടം കാണിക്കുന്നത് ഇവിടെ. പിന്നെ ഫ്ലാഷ് കണക്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫാസ്റ്റ് കണക്ട് ഓപ്ഷൻ, ഒരു ചാർജിങ് ഫീച്ചറിനെ കുറിച്ച്, ചാർജിങ് മാത്രമല്ല നമുക്ക് കണക്ട് ഫീച്ചറിനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ചാർജിങ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വയർലെസ് ഇയർബഡ് അതിൻ്റെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഇപ്പോൾ ഒരു Type-C ചാർജിങ് വരുന്നുണ്ട്. സ്പ്ലാഷ് പ്രൂഫാന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5.2 ആണ്. സ്റ്റെം ടച്ച് കൺട്രോൾ നമുക്ക് അവൈലബിൾ ആണ്. പോർട്ടബിൾ ചാർജിങ് കേസ് നമുക്ക് ഇതിലൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റും Siരി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ZEBRONICSന്റെ അവരുടെ വെബ്സൈറ്റിൻ്റെ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് സൈഡിലായിട്ട് അവരുടെ ഒരു കുറച്ചും കൂടി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ കളർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ്. നമ്മളത് റെഡാണ് അടിച്ചത്. റെഡാണ്. 13mm ഡ്രൈവറാണ് വരുന്നത്. കോൾ ഫംഗ്ഷൻ വരുന്നുണ്ട്. 12 hour ബാക്കപ്പ് വരുന്നതൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ISO 9000 കമ്പനി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ ഒരു MRPയും അതുപോലെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ എന്തായാലും ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇമ്പോർട്ടഡ് ആൻഡ് മാർക്കറ്റ് ബൈ ZEBRONICS ഇന്ത്യ. അതുപോലെ തന്നെ MRP കൊടുത്തിരിക്കുന്നത് 3499 രൂപയ്ക്കാണ് കേട്ടോ. പക്ഷേ 1000ൻ്റെ താഴെയാണ്. ഞാൻ എന്തായാലും ബസ് ബൈ ലിങ്ക് താഴെ ഇടാം. താല്പര്യമുള്ളവർക്ക് എന്തായാലും ഒന്ന് ട്രൈ നോക്കി വാങ്ങിച്ച് നോക്കാം കേട്ടോ. നല്ലൊരു അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിങ് ചെയ്യാൻ ഇതിൻ്റെ സീൽഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല വൃത്തികേടായിട്ടൊന്നും പൊട്ടിക്കണം. നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ പാക്കറ്റും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാം. ഇതാ ഇവിടെ നമുക്കൊരു സീലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ പാക്കറ്റിൻ്റെ സീല് കട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ നല്ല ടൈറ്റാണ് കേട്ടോ. ഫുള്ള് ഇവരുടെ ഈ ZEBRONICSൻ്റെ ഈ ഡിസൈനാണ് ഫുള്ള്. അതായത് നമുക്ക് കേസ് അത് തലതിരിഞ്ഞു പോയി നമ്മുടെ. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബോക്സിൽ. ഇപ്പോൾ മെയിനായിട്ട് കണ്ടു എന്ത് ചെറുതാണ് നോക്കുക. നല്ലൊരു ഒരു എന്താ പറയുക, ഭയങ്കര കോമ്പാക്റ്റാണ്. ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടെക്സ്ചറുള്ള നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ടെക്സ്ചറാണ് കണ്ടോ.
ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ZEBRONICSന്റെ ലോഗോ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് LED നോട്ടിഫിക്കേഷൻ ഉണ്ട്. നമുക്കിവിടെ തുറക്കുമ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, ചെറിയൊരു നോട്ടിഫിക്കേഷനാണ് വരുന്നത്, എന്നാലും നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. മുകളിൽ ZEBRONICSന്റെ ബ്രാൻഡിങ് ഉണ്ട്. തടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു തടി ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഫോണായിട്ടൊന്ന് വെച്ച് കാണിച്ചു തരാം. തടിയുടെ കാര്യത്തിൽ കണ്ടോ, തടി അത്യാവശ്യം ഉണ്ട്. പക്ഷേ ബാക്ക് സൈഡിൽ നമുക്കൊരു ബട്ടൺ വരുന്നുണ്ട്, ഫിസിക്കൽ ബട്ടൺ വരുന്നുണ്ട്. താഴെയായിട്ട് നമുക്ക് ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. ബാക്കി നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ലിഡിൻ്റെ ഒരു ക്വാളിറ്റിയും ഒരു ആവറേജ് തന്നെയാണ്. നമുക്ക് എന്തായാലും 1000 രൂപ നമുക്ക് എന്തായാലും വലിയ ഹൈ ക്വാളിറ്റി കാണുമ്പോൾ നോക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ചെറിയൊരു മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ട് കേട്ടോ. കണ്ടു, നമുക്ക് തുറന്നു വെച്ചാൽ നമുക്ക് ഉണ്ട്, ഓട്ടോമാറ്റിക് അടയുന്നുണ്ട്. നമുക്ക് തുടയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഇഫക്റ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ താഴെ ആകുമ്പോൾ നമ്മുടെ ബഡ് ചാടി പോകണമെന്നില്ല. നമുക്ക് കൂടെ തന്നെ അവരൊരു യെല്ലോ കളറായിട്ടുള്ള, യെല്ലോയും ബ്ലൂ ആയിട്ടുള്ളൊരു ടൈപ്പ് സി കേബിളും തരുന്നുണ്ട് ഒരു കൂടെ തന്നെ. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ ZEBRONICSന്റെ ഒരു വാറണ്ടി കാർഡ് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു QR കോഡും യൂസർ മാനുവലൊക്കെ നമുക്ക് QR കോഡ് സ്റ്റൈലിലാണ്. അപ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ സംഭവം നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമ്മുടെ ഫോണിൽ നമുക്ക് എന്തായാലും ബ്ലൂടൂത്ത് ഓൺ ആക്കണ്ടേ, എന്നാലും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്ലൂടൂത്തിൻ്റെ സെറ്റിങ്സിനുള്ളിലേക്ക് പോകും. എന്തായാലും ഓപ്പൺ ഗൂഗിൾ പെയറിംഗ് ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല, എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റ് കുറഞ്ഞ സംഭവമാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. 2 ഘട്ട കാണിക്കുന്നുണ്ട് ചാർജിങ്. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ ഡിറ്റക്റ്റ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. തുറന്നിട്ട് നമുക്ക് എന്തായാലും ഡിറ്റക്റ്റ് ആയിട്ടില്ല. അയ്യോ വന്നതായിരുന്നു, അപ്പോഴേക്കും അത് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ഡിറ്റക്റ്റ് ആവുന്നുണ്ട്. നമുക്കിവിടെ കാണുന്നുണ്ടായിരിക്കും താഴെ. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അപ്പോഴേക്കും ഇത് ചട്ടിപ്പോയി. നമ്മുടെ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഒരു ചെറിയ തട്ടുമ്പോഴേക്കും നമ്മുടെ നൗബോന്ന് അടയുന്നുണ്ട്. അത് വേറെ കാര്യം. നമുക്കെന്തായാലും ഇവിടെ വയ്ക്കാം നമ്മുടെ ഫോൺ. നമുക്കെന്തായാലും ഇതിൻ്റെ ഈ ഇയർബഡും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇയർബഡിൻ്റെ ക്വാളിറ്റി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൈറ്റ് വെയിറ്റ് തന്നെയാണ്, പക്ഷേ ഒരു പ്രീമിയം ക്വാളിറ്റി തോന്നുന്നുണ്ട്. നമ്മുടെ ഒരു ശരിക്കും ഇത് പുറത്തേക്ക് എടുത്തിട്ട് വൈറ്റ് കളറൊക്കെ ശരിക്കും തനി നമ്മുടെ ഇയർബഡ്, നമ്മുടെ എയർപോഡാന്ന് തോന്നും. അങ്ങനത്തെ ഒരു ക്വാളിറ്റി വരുന്നുണ്ട്. നമുക്ക് ഒരു താഴെയായിട്ട് സിൽവർ ലൈനിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പെയർ ചെയ്യാം. ഞാനത് പെയറിങ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫോണിൽ. അപ്പോൾ പെയറിങ് എങ്ങനെ എത്ര ടൈം എടുക്കുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഫാസ്റ്റ് പെയറിങ് കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇതിൽ. ചിലപ്പോൾ ഒന്ന് അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ ഒന്ന് റീസെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഫെയിലിങ് കാര്യങ്ങളൊക്കെ ഫെയിൽഡ് ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് പെയറിൽ തന്നെ ആയിട്ടുണ്ടെന്നില്ല. അപ്പോൾ ഈ പെയറിങ് ചെറുതായിട്ടൊരു ഇഷ്യൂ വരുന്നുണ്ട്. നമുക്ക് ഒന്ന് റീസെറ്റിങ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് പെയറിങ് ശരിയായിട്ട് നമ്മുടെ നേരത്തെ നമ്മുടെ അത് ഓപ്പൺ ആയിട്ടൊന്നൊരു ഇത് ക്ലോസ് ആയിരുന്നു. എനിക്ക് അതുകൊണ്ടായിരിക്കും ഇഷ്യൂ വരുന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അലവ് കൊടുക്കാം. പെയർ കണക്റ്റിംഗ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഞാൻ ഒന്ന് അടുത്ത് കാണിച്ചു തരാം. ഇതാ 90% ബാറ്ററി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇൻ യൂസ് ഫോർ കോൾസ് ആൻഡ് മീഡിയ ബാറ്ററി ലെവൽ 90% കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മൂവി പാട്ടുകളിലേക്കും കാര്യങ്ങളൊക്കെ പോയി ഞാൻ എന്തായാലും ഒന്ന് വെച്ച് നോക്കട്ടെ കേട്ടോ. സംഭവം കൊള്ളാമെന്ന് നോക്കണ്ടേ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഓവറോൾ ഇതിൽ നമുക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഇത് കൂടെ ഓപ്പൺ ആക്കാൻ പറ്റും. കൂടെ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ വന്നത്. നമുക്ക് ടച്ച് ചെയ്താൽ മതിയിൽ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്നൊരു പാട്ട് കേട്ട് നോക്കാം ഗാനയിൽ. അയ്യോ, നമ്മൾ നെറ്റ് ഓൺ ആക്കിയിട്ടില്ല. നെറ്റ് കണക്ഷൻ പോയോ? നമ്മുടെ നമ്മളൊരു പാട്ട് കേട്ടോക്കാലോ. ഞാനൊരു പാട്ട് വെച്ച് നോക്കിയിട്ടുണ്ട്. കൊള്ളാട്ടാ. ബാസ് ഇല്ല, പക്ഷേ ഇനീഷ്യൽ സൗണ്ട് തന്നെ കൊള്ളാം. എനിക്ക് ഞാൻ അത്ര പ്രതീക്ഷയില്ല. 1000 രൂപയുടെ താഴെ അത്ര പ്രതീക്ഷയില്ല. സത്യം പറയാലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പം നമുക്ക് സൗണ്ട് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഞാനൊരു മീഡിയം ലെവലിലാണ് നമുക്ക് സൗണ്ട് വെച്ചേക്കണേ. ഇത് കാണിച്ചു. കൊള്ളാട്ടാ. ഇത് ഞാൻ ഒന്നും നോക്കാണ്ട് സാധനം റെക്കമെൻഡ് ചെയ്യട്ടാ. 1000 രൂപയ്ക്ക് വൻ ലാഭം എന്നേ ഞാൻ പറയുള്ളൂ. ബാസില്ല അത് നോക്കണ്ട നിങ്ങൾ. പക്ഷേ സൗണ്ട് ക്വാളിറ്റി ഈ പ്രൈസിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു സൗണ്ട് ക്വാളിറ്റി ഗ്യാരണ്ടി ഇട്ട് തരുന്നുണ്ട്. കണ്ണും പൊട്ടി വാങ്ങിക്കട്ടെ. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ആമസോൺ റേറ്റിംഗ് നോക്കിയാൽ തന്നെ കാണുന്നുണ്ടായിരിക്കും. നല്ല റേറ്റിംഗ് വരുന്നുണ്ട്. ചുമ്മാ എല്ലാ റേറ്റിംഗ് കൊടുത്തേക്കുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ എന്തായാലും ഇതിനൊരു 4 സ്റ്റാറിൻ്റെ മുകളിൽ റേറ്റിംഗ് കൊടുക്കും നമ്മുടെ ഫയല്. കിടുസാണ്. എന്താ വെച്ചാൽ പ്രൈസിന് വെച്ച് നോക്കുമ്പോൾ ഒരു ഒടുക്കത്തെ വാല്യൂ ഫോർ മണി സംഭവം എന്നാണ് ഞാൻ പറയാം. എന്തായാലും സംഭവം ഞാൻ റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ എന്തായാലും ഒരു 1000 രൂപയുടെ താഴെ നിങ്ങളൊരു TWS നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൊട്ടി വാങ്ങിക്കാട്ടാ. ZEBRONICSന്റെ
ഒന്നുകൂടി ഞാൻ പേര് പറയാം. മോഡലിൻ്റെ കുറേ മോഡലുണ്ട്. ZEB-Sound BOM 3 എന്നൊരു മോഡലാണ്. ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിയാൽ മതി. ഈ ടെക്സ്ചർ നോക്കിയാൽ മതി. ഇതിൻ്റെ ഇഷ്ടംപോലെ കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ വെക്കാനൊക്കെ നല്ല സുഖമാണ്. കണ്ടു, ഒരു ബോക്സാണ്, പക്ഷേ കുട്ടിയാണ്. കണ്ടു, ചെറിയ കുട്ടിയാണ്. കണ്ടു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നോക്കാൻ മറക്കണ്ട. നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ബെസ്റ്റ് ബൈ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വാങ്ങിച്ച് നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കും കാര്യങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.